നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സുരേഷ് ഗോപിക്ക് ഇനി വോട്ട് ഗുരുവായൂരിൽ. ക്ഷേത്രത്തോട് ചേർന്ന അച്യുതം ഫ്ളാറ്റിലാണ് വോട്ട് ചേർത്തത്. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി രണ്ടിടത്തായിരുന്നു വോട്ട് ചെയ്തത്. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനം വിനിയോഗിക്കുക ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ ഭരണിവേലയ്ക്ക് തുടക്കമായി. വേലൂർ വെങ്ങിലശ്ശേരി അയ്യപ്പൻകാവ് കുതിരകളെ മതിൽക്കെട്ടിനകത്ത് കയറ്റി പുണ്യാഹം തളിച്ചതോടെയാണ് ഭരണിവേല ആരംഭിച്ചത്. ആഘോഷക്കാഴ്ചകൾ CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം. ക്വാറിയുടെ പ്രവർത്തനത്തിൽ പൊറുതിമുട്ടി പ്രദേശവാസികൾ വീണ്ടും പ്രതിഷേധത്തിൽ. കടവല്ലൂർ പഞ്ചായത്തിലെ ഒരുക്കാൽ കുന്നിൽ പ്രവർത്തിക്കുന്ന ക്രഷറിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂളിന്റെ പേര് സെന്റ് തോമസ് സ്കൂൾ എന്ന പേരിൽ തന്നെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു. തണ്ടിലം പള്ളിയിൽ ചേർന്ന യോഗം സമരസമിതിക്ക് രൂപം നൽകി. വേലൂർ ഫൊറോനയിലെ 17 ഇടവകകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസും. വാർത്തകൾ വിശദമായി. ലോക്സഭാ MP സുരേഷ് ഗോപിക്ക് ഇത്തവണ വോട്ട് ഗുരുവായൂരിൽ. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് വോട്ട്. 697 നമ്പർ വോട്ടറായാണ് ചേർത്തിരിക്കുന്നത്. ക്ഷേത്രത്തോട് ചേർന്ന അച്യുതം ഫ്ളാറ്റിലാണ് വോട്ട് ചേർത്തത്. ഗുരുവായൂരിലെ ആദ്യത്തെ ഫ്ളാറ്റ് സമുച്ചയങ്ങളിലൊന്നാണ് അച്യുതം. സുരേഷ് ഗോപിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഫ്ളാറ്റ്. K മുരളീധരൻ ഉൾപ്പെടെയുള്ളവർക്കും അച്യുതത്തിൽ ഫ്ളാറ്റുണ്ട്. ലോക്സഭ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി രണ്ടിടത്തായിരുന്നു വോട്ട് ചെയ്തത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കുടുംബവും തൃശൂർ കോർപ്പറേഷനിലെ നെട്ടിശ്ശേരിയിൽ സ്ഥിര താമസക്കാരാണെന്ന് പറഞ്ഞ് വോട്ട് ചേർത്തതും ചെയ്തതും. ഇപ്പോൾ നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അദ്ദേഹവും കുടുംബവും വോട്ട് ചെയ്തത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം ഡിവിഷനിലായിരുന്നു. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ ഭരണിവേലയ്ക്ക് തുടക്കമായി. വേലൂർ വെങ്ങിലശ്ശേരി അയ്യപ്പൻകാവ് കുതിരകളെ മതിൽക്കെട്ടിനകത്ത് കയറ്റി പുണ്യാഹം തളിച്ചതോടെയാണ് ഭരണിവേല ആരംഭിച്ചത്. അശ്വതി നാളിൽ കാവു കയറിയ വേലൂർ ദേശം ക്ഷേത്രം തിരിക്കുതിര, കുട്ടിക്കുതിര, അയ്യപ്പൻകാവ് കുട്ടിക്കുതിര, വേലൂർ അമ്പലവട്ടം കുതിര, കുട്ടിക്കുതിര എന്നീ കുതിരകളെയാണ് പുണ്യാഹം തളിച്ച് ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിപ്പിച്ചത്. തുടർന്ന് നടന്ന നടക്കൽ പറക്കെ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി സഹകാർമ്മികനായി. ഭരണിവേലയിൽ ദേശകുതിരകളായ തയ്യൂർ, തണ്ടിലം, RMS നഗർ, എരുമപ്പെട്ടി, പാത്രാമംഗലം, പഴവൂർ, വിവിധ ഉത്സവ കമ്മിറ്റികളായ വേലൂർ ഹഷ്മി, ഐമു നഗർ, പഞ്ചമി നഗർ, കാഞ്ഞിരാൽ, മൈത്രി നഗർ, കുറുമാൽ ശാന്തി നഗർ, വെള്ളാറ്റഞ്ഞൂർ ദേശകുതിര തുടങ്ങിയവകളുടെ കുതിരകളും കുട്ടിക്കുതിരകളും ക്ഷേത്രത്തിലെത്തും. സന്ധ്യയ്ക്ക് വേലയുടെ പ്രധാന ആകർഷണമായ പ്രസിദ്ധമായ അരിത്താലത്തിന് തിരികൊളുത്തും. രാത്രി 10-ന് 101-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പ്രസിദ്ധമായ അരിപ്പറമേളം ആരംഭിച്ച് പുലർച്ചെ 1 മണിക്ക് സമാപിക്കും. തയ്യൂർ ദേശകുതിര ക്ഷേത്രത്തിലെത്തിയതിനു ശേഷം ഫാൻസി വെടിക്കെട്ട് നടക്കും. കാർത്തികവേലയിൽ കാലത്ത് മേളത്തിന്റെ അകമ്പടിയോടെ കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. ഉത്സവാഘോഷങ്ങൾക്ക് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, ജനറൽ കൺവീനർ രാകേഷ് മേനോത്തുപറമ്പിൽ തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത്. ആഘോഷ കാഴ്ചകൾ CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. മുട്ടിക്കൽ ആറ്റത്ര റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണ ഉദ്ഘാടനം സംഘാടക സമിതി യോഗം AC മൊയ്തീൻ MLA അധ്യക്ഷതയിൽ ചേർന്നു. എരുമപ്പെട്ടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കുണ്ടന്നൂർ മുട്ടിക്കൽ ആറ്റത്ര റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണത്തിന് 5.3 കോടി രൂപയാണ് കിഫ്ബി അനുമതി ലഭിച്ച ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇത് നേരത്തെ കൂട്ടി കിഫ്ബിയുടെ ഒരു പ്രൊജക്റ്റിൽ ഉണ്ടായിരുന്ന കുറച്ചുകൂടി വിശദമായ ഒരു പദ്ധതി 2 സ്ഥലത്ത് തണ്ടിലത്ത് കൂടി ഇതുപോലൊന്ന് ചെയ്യണം എന്ന് വെച്ചാണ് നമ്മളത് തുടങ്ങിയത്. പക്ഷെ സാങ്കേതികമായ നിരവധി പ്രശ്നങ്ങൾ തണ്ടിലത്തെ പരിപാടി അവിടുത്തെ ആയക്കെട്ട് പ്രദേശമില്ല എന്നുൾപ്പെടെയുള്ള വിഷയം കൊണ്ട് മാറ്റി തീർന്നു. ആറ്റത്ര മുട്ടിക്കൽ പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് ഗതാഗത സൗകര്യമൊരുക്കുന്നതിനൊപ്പം പ്രദേശത്തെ കാർഷിക ജലസേചനത്തിനും സംഭരണത്തിനും പ്രധാനമാണ് മുട്ടിക്കൽ ചിറ. കാലപ്പഴക്കം മൂലം ക്ഷയിച്ച് പ്രളയകാലത്ത് കൈവരികൾ ഉൾപ്പെടെ തകർന്ന് ശോചനീയാവസ്ഥയിലുള്ള ഈ പാലം ഇതോടെ പൂർണ്ണമായും നവീകരിക്കാനുള്ള പദ്ധതിയാണ് തയ്യാറായിട്ടുള്ളത്. കിഫ്ബി ഉദ്യോഗസ്ഥരുൾപ്പെടെ സ്ഥലം സന്ദർശിച്ച് പദ്ധതിയുടെ അനിവാര്യത ഉറപ്പുവരുത്തിയിരുന്നു.
പ്രദേശവാസികളുടെ ദീർഘകാലത്തെ കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമാകുന്നത്. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നതും നിർവഹണം നടത്തുന്നതും. പാലത്തിന് 22 മീറ്റർ നീളവും 6.4 മീറ്റർ വീതിയും 8 റെഗുലേറ്റർ ഷട്ടറുകളും ഉണ്ടായിരിക്കും. ഇതിനു പുറമെ 37.5 മീറ്റർ നീളത്തിൽ 2 വശത്തും അപ്രോച്ച് റോഡും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കും. 5 മീറ്ററാണ് കാരേജ് വീതി. സംഘാടക സമിതി യോഗത്തിൽ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പ്രഭിത ബാലകൃഷ്ണൻ, രാജി സോമൻ, വി വിവേക്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PM സജി, സ്വപ്ന പ്രദീപ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K സതീഷ് കുമാർ, നീതു പ്രകാശ്, ആറ്റത്ര പള്ളി വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ MS സിദ്ധൻ, ഷാജൻ കുണ്ടന്നൂർ, സുഭാഷ് ചന്ദ്രൻ, TK മനോജ് കുമാർ, KM അഷറഫ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ചെയർപേഴ്സണായും KIIDC എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജമാലുദ്ദീൻ കൺവീനറായും 71 സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. AC മൊയ്തീൻ MLA, K രാധാകൃഷ്ണൻ MP, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, ആറ്റത്ര പള്ളി വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി തുടങ്ങിയവർ രക്ഷാധികാരികളാകും. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ അംഗങ്ങളാകും. ഫെബ്രുവരി 28 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പാലം പരിസരത്ത് വെച്ച് നിർമ്മാണോദ്ഘാടനം നടക്കും. ക്വാറിയുടെ പ്രവർത്തനത്തിൽ പൊറുതിമുട്ടി പ്രദേശവാസികൾ വീണ്ടും പ്രതിഷേധത്തിൽ. കടവല്ലൂർ പഞ്ചായത്തിലെ ഒരുക്കാൽക്കുന്നിൽ പ്രവർത്തിക്കുന്ന ക്രഷറിനെതിരെയാണ് പ്രതിഷേധം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്രഷറിൽ നിന്നും ഉയരുന്ന ശബ്ദവും അമിത ഭാരവുമായി ഇടുങ്ങിയ വഴിയിലൂടെ പോകുന്ന ലോറികളും പൊടിപടലവുമാണ് പ്രദേശവാസികളുടെ ജീവിതം ദുരിതത്തിലാക്കുന്നത്. നിരവധി പ്രതിഷേധവും പരാതികളും നൽകിയിട്ടും അധികൃതർ ക്വാറിക്കെതിരെ നടപടികളൊന്നും സ്വീകരിച്ചില്ലെന്ന് പ്രതിഷേധക്കാരായ പ്രദേശവാസികൾ പറയുന്നു. ഞായറാഴ്ച അമിത ഭാരവുമായി വന്ന ലോറി പ്രതിഷേധക്കാർ തടഞ്ഞു. സ്ഥലത്തെത്തിയ പോലീസിനോടും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനോടും മതിയായ രേഖകളില്ലാതെയാണ് ക്രഷറിന്റെ പ്രവർത്തനമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ക്വാറിയുടെ രേഖകൾ പരിശോധിച്ച് വേണ്ട നടപടിയെടുക്കാമെന്ന് പോലീസ് അറിയിച്ച ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ചാലിശ്ശേരി യാക്കോബായ സുറിയാനി പള്ളിയിൽ ഇടവക ദിനം ആഘോഷിച്ചു. ഇടവക ദിന സമ്മേളനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇതേ വേദിയിൽ എല്ലാ സന്ദർഭങ്ങളിലും നിങ്ങൾ വിളിച്ചപ്പോഴെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇതേ വേദിയിൽ ഞാനും റവന്യൂ മന്ത്രിയും കൂടി പങ്കെടുത്തത് ഞാൻ ഓർമ്മിക്കുകയാണ്. ഒരു ചടങ്ങ്. അപ്പം അത്തരം സന്ദർഭങ്ങളിലെല്ലാം ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തുറന്നും ഉണ്ടാവും. അപ്പോൾ എല്ലാ ആശംസകളും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും സ്നേഹാഭിവാദം. ഞായറാഴ്ച രാവിലെ തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലിമ്മീസ് മെത്രാപ്പൊലീത്ത വിശുദ്ധ കുർബാന അർപ്പിച്ചു. മധ്യസ്ഥത പ്രാർത്ഥനയും അനുഗ്രഹ പ്രഭാഷണവും നടത്തി. തുടർന്ന് ഇടവക ദിനത്തിന്റെ ഭാഗമായി മെത്രാപ്പൊലീത്ത പാത്രിയാർക്ക പതാക ഉയർത്തി. 75 വയസ്സു പിന്നിട്ട ഇടവക അംഗങ്ങളെയും വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മന്ത്രി ആദരിച്ചു. സമ്മേളനത്തിൽ ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലിമ്മീസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷനായി. ചടങ്ങിനോടനുബന്ധിച്ച് മന്ത്രിക്കും വിശിഷ്ടാതിഥികൾക്കും ഇടവകയുടെ ഉപഹാരം സമർപ്പിച്ചു. ഉച്ചയ്ക്ക് നടന്ന സ്നേഹവിരുന്നിലും മന്ത്രി ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ പങ്കെടുത്തു. രാവിലെ 11-ന് ആരംഭിച്ച ഇടവക ലേലം 6 മണിക്കൂറോളം നീണ്ടുനിന്നു. എറണാകുളം സിത്താര ജ്വല്ലേഴ്സ് ഉടമ വിജയൻ കല്ലുംപുറം ദൈവമാതാവിന്റെ ചിത്രം 1,69,000 രൂപയ്ക്ക് ആദ്യ ലേലം സ്വീകരിച്ചത് ചരിത്ര നേട്ടമായി. ഉച്ചയ്ക്ക് ശേഷം പള്ളിക്ക് കീഴിലുള്ള 11 കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളുമുണ്ടായി. വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി. MPPM യൂത്ത് അസോസിയേഷൻ ഒരുക്കിയ സ്റ്റാളും വേറിട്ടതായി. ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, വാർഡ് മെമ്പർ ആനി വിനു, ജോസഫ് ചാലിശ്ശേരി, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ സംസാരിച്ചു. വികാരി ഫാദർ അബ്രഹാം യാക്കോബ് സ്വാഗതവും CV ഷാബു മാസ്റ്റർ നന്ദിയും പറഞ്ഞു. വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭക്ത സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. അഥവാ സത്യവിശ്വാസ പഠിപ്പിക്കൽ അതിന് ഒരു സിംഹാസനമായി സ്ഥാപിക്കപ്പെട്ടത് AD 37 ഫെബ്രുവരി 22-നാണ്. 1989 വർഷം തികയുന്നു. 15 വർഷം കഴിഞ്ഞാൽ 2000 വർഷമായി. ആ വലിയ പാത്രിയർക്ക ദിനാഘോഷത്തോട് ചേർന്ന് ഇടവക ദിനം നടത്തുന്നത് വളരെ ഉചിതമായി. ചാലിശ്ശേരിയുടെ വിശ്വാസ പോരാളികളാണ് നാം
സത്യവിശ്വാസം നമ്മുടെ ആത്മരക്ഷ നൽകുന്നതാണ്. അതിൽ സത്യമുണ്ട്, അതിൽ ജീവനുണ്ട്, അതിൽ സന്തോഷമുണ്ട്, അതിൽ സ്വാതന്ത്ര്യമുണ്ട്, അതിൽ സമാധാനമുണ്ട്. എന്ത് നഷ്ടപ്പെട്ടാലും ആ അനുഭവത്തിൽ നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ. വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളറക്കാട് പള്ളി പാർക്കിലെ ഓട്ടോ ഡ്രൈവേഴ്സ് കടങ്ങോട് പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും നിവേദനം നൽകി. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ ഓട്ടോറിക്ഷയ്ക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഓടിച്ചു കിട്ടുന്ന പണം വാഹനത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് പോലും തികയുന്നില്ല. ഓട്ടോ ഡ്രൈവർമാരായ ഷംസു, മുസ്തഫ, ജാക്സൺ, അലി, റെനീഷ്, ബിജു, സിദ്ദിഖ് എന്നിവർ ചേർന്നാണ് നിവേദനം നൽകിയത്. റോഡ് പണിയാനുള്ള ടെൻഡർ വേഗത്തിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്നും ചിറമനേങ്ങാട് റോഡ് തൽക്കാലം കുഴികൾ അടയ്ക്കാമെന്നും പ്രസിഡന്റും സെക്രട്ടറിയും ഓട്ടോ ഡ്രൈവർമാർക്ക് ഉറപ്പു നൽകി. പുലിയന്നൂർ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ പേര് സെന്റ് തോമസ് സ്കൂൾ എന്ന പേരിൽ തന്നെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പരിപാടികൾ ശക്തമാക്കുവാൻ സമരസമിതി രൂപീകരിച്ചു. തണ്ടിലം പള്ളിയിൽ ചേർന്ന വേലൂർ ഫൊറോനയിലെ 17 ഇടവകകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത യോഗം തൃശൂർ അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. വേലൂർ ഫൊറോന വികാരി റവറൻ ഫാദർ ജെയ്സൺ തെക്കുംപുറം അധ്യക്ഷനായി. അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി P.I. ലാസർ മാസ്റ്റർ, പ്രൊഫസർ ഡോക്ടർ P.V. ഔസേപ്പ് മാസ്റ്റർ, ജോൺ കള്ളിയത്ത്, കത്തോലിക്ക കോൺഗ്രസ് ഫൊറോന പ്രസിഡന്റ് ജോസ് ചെമ്പിശ്ശേരി, കുടുംബ കൂട്ടായ്മ ഫൊറോന പ്രസിഡന്റ് P.P. യേശുദാസ് മാസ്റ്റർ, കുര്യാക്കോസ് ജോൺ എന്നിവർ സംസാരിച്ചു. ഫൊറോന വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം ചെയർമാനും ഫാദർ ജോൺ പേരാമംഗലത്ത് വൈസ് ചെയർമാനും തണ്ടിലം പള്ളി വികാരി ഫാദർ ജോൺസൺ അന്തിക്കാടൻ വർക്കിംഗ് ചെയർമാനുമായുള്ള സമരസമിതിയിൽ C.I. പൗലോസ് മാസ്റ്റർ ജനറൽ കൺവീനറും C.C. ജോസ് ജോയിന്റ് കൺവീനറുമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഫെബ്രുവരി 26-ന് പുലിയന്നൂർ സെന്ററിൽ ഏകദിന ഉപവാസ സമരം ഉൾപ്പെടെ വിവിധ സമര പരിപാടികൾ നടത്താൻ യോഗം തീരുമാനിച്ചു. പുലിയന്നൂർ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ പേര് സെന്റ് തോമസ് സ്കൂൾ എന്ന പേരിൽ തന്നെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. നിതീഷ് ചന്ദ്രൻ, ലീല രാമകൃഷ്ണൻ, P.K. ശ്യാംകുമാർ, ജോബി ജോൺ, K. സജിൻ M.A., ത്രിവിക്രമൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. കടപ്പുറം പഞ്ചായത്ത് ഇരട്ടപ്പുഴ GLP സ്കൂളിന്റെ 1ാം നിലയുടെ ഉദ്ഘാടനം N.K. അക്ബർ MLA നിർവഹിച്ചു. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് VM മനാഫ് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K.K. ഷിബു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീഷ്മ ബാബുരാജ് എന്നിവർ മുഖ്യാതിഥികളായി. കടപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സക്കീന ബഷീർ, ബ്ലോക്ക് മെമ്പർ മുരളീധരൻ, പഞ്ചായത്ത് മെമ്പർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P.V. ദിലീപ് സ്വാഗതവും സ്കൂൾ പ്രധാനാധ്യാപിക P.B. ബിനിത നന്ദിയും പറഞ്ഞു. 2024-25 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ചാണ് സ്കൂളിന്റെ 1ാം നില കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. റംസാൻ ആരംഭിച്ചതോടെ പഴവർഗ്ഗ വിപണി സജീവമായി. ഡിമാൻഡ് കൂടിയതിനാൽ വിലയും വർദ്ധിച്ചിട്ടുണ്ട്. നോമ്പുതുറയ്ക്കുള്ള പ്രധാന ഇനമാണ് പഴങ്ങൾ. തണ്ണിമത്തൻ, ആപ്പിൾ, സിട്രസ്, മുന്തിരി, ഷമാം, ഓറഞ്ച്, മാങ്ങ, അനാർ, പപ്പായ, പേരയ്ക്ക എന്നിവയാണ് പ്രധാന ഇനങ്ങൾ. കൂടാതെ റംബൂട്ടാൻ, മാംഗോസ്റ്റി, പ്ലം എന്നിവയും എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ വില വർദ്ധിച്ചിട്ടുണ്ട്. സീസൺ കഴിഞ്ഞതോടെ ആപ്പിൾ അമേരിക്ക, ന്യൂസിലാൻഡ്, ചിലി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് വരവ്. അതുകൊണ്ട് തന്നെ വിലയും കൂടുതലാണ്. ചൈനീസ് ആപ്പിളായ ഫുജി ഇപ്പോൾ ഇറക്കുമതിയില്ല. ഇതുമൂലവും ഇത്തവണ ആപ്പിളിന് 220 മുതൽ മുകളിലേക്കാണ് വില. നാടൻ തണ്ണിമത്തന് 20 രൂപയും കിരണിന് 35 രൂപയുമാണ് നിരക്ക്. മുന്തിരിക്ക് 120 രൂപ മുതലാണ് വില. ഇത്തവണ മേഖലയിൽ കച്ചവടക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. റംസാനായതോടെ കച്ചവടം വർദ്ധിച്ചെങ്കിലും സാധാരണ നോമ്പ് സീസണിൽ ഉണ്ടാകുന്ന കച്ചവടം ഇത്തവണ ഇല്ലെന്നാണ് ചാവക്കാട് മാർക്കറ്റിൽ 4 പതിറ്റാണ്ടിലേറെയായി പഴവിൽപ്പന നടത്തുന്ന മുഹമ്മദ് പറയുന്നത്. നമുക്ക് സിട്രസ് ഒക്കെ ഒരു ചെറിയൊരു മാറ്റമുണ്ട്, ചെറിയൊരു വില കൂടുതലുണ്ട് സിട്രസിൽ മാത്രം. അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 90-100 വിറ്റാണ്. ഇപ്രാവശ്യം ഒരു 120, 130, 140 ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് ഐറ്റംസിനനുസരിച്ചിട്ട്. സീസൺ കുഴപ്പമില്ല. ഒരു നോമ്പായിട്ടൊരു കഴിഞ്ഞ സീസണിലെ കച്ചവടം ഇല്ല ഇപ്പോൾ. കാരണം ഒത്തിരി മന്ദഗതി ഉണ്ട് കച്ചവടം. ഒരു 2 ദിവസം നോമ്പിൻ്റെ തലേദിവസത്തെ 2-3 ദിവസം നല്ല തിരക്ക് പിടിച്ച കച്ചവടമായിരുന്നു. അതിനുശേഷം ഇത്തിരി കച്ചവടങ്ങൾ കുറവുണ്ട്. അതേപോലെ തന്നെ അതിനനുസരിച്ചിട്ട് മുന്തിരി ഐറ്റംസാണ് ഇത്തിരി വിലയിൽ നിന്നായിരുന്നു. അതിപ്പോൾ കുറഞ്ഞിട്ട് ഒരു 120 റുപ്യയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴേക്ക് വരും മുന്തിരി. ദിവസങ്ങൾ തോറും മുന്തിരികൾ കുറഞ്ഞു വരും. സിട്രസ് മുന്തിരിയൊക്കെ കുറച്ചും കൂടി കുറയാൻ സാധ്യതയുണ്ട്.
കുന്നംകുളം ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷനായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു, വാർഡ് കൗൺസിലർ സോണി ഷാജി, സ്കൂൾ ഹെഡ്മിസ്ട്രസ് BK സുജ, PTA പ്രസിഡന്റ് റിജിൻ ജോൺ, സ്റ്റാഫ് സെക്രട്ടറി VR സവിത എന്നിവർ സംസാരിച്ചു. ആയുർവേദിക് ആൻഡ് ട്രഡീഷണൽ മെഡിക്കൽ വർക്കേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കൺവെൻഷൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. CPI ഗുരുവായൂർ മണ്ഡലം ഓഫീസിൽ നടന്ന കൺവെൻഷനിൽ V മുജീബ് ഗുരുക്കൾ അധ്യക്ഷത വഹിച്ചു. വൈദ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ആത്മാ അംഗങ്ങൾക്ക് തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തു. CPI ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ, ഗുരുവായൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി NP നാസർ, AM ഷഫീർ, TK സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി മഹലിലും പരിസരത്തുമുള്ള നിർധന കുടുംബങ്ങൾക്ക് ഖത്തർ പൗരനായ നാസർ അൽ കഹബി കുടുംബം റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു. എരുമപ്പെട്ടി മഹൽ ഖത്തർ കൂട്ടായ്മ പ്രസിഡന്റ് ഷെരീഫ് പാമ്പ്രയുടെ ശ്രമഫലമായാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. കഴിഞ്ഞ 11 വർഷമായി വിവിധ തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളും കിറ്റുകളും മറ്റ് സഹായങ്ങളും നാസർ അൽ കഹബി എരുമപ്പെട്ടി മഹലിലും പരിസര മഹല്ലുകളിലും ചെയ്യുന്നുണ്ട്. ഉസ്താദ് മുഹമ്മദ് ബാഖവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഷെരീഫിന്റെ മകൻ മുഹമ്മദ് സിനാനിൽ നിന്നും പാമ്പ്ര ഫാമിലി ട്രസ്റ്റ് സെക്രട്ടറി PK അബൂബക്കർ കിറ്റുകൾ ഏറ്റുവാങ്ങി. ഷഹീർ അൽ ഫാളിലി, പാമ്പ്ര മുത്തലിബ് ഹാജി, MA സൈദലവി, PM യൂസഫ്, ഉമ്മർ പള്ളിപ്പാടം, നിസാർ പാമ്പ്ര, ഫൈസൽ കരിയന്നൂർ, ഷഫീഖ് PS തുടങ്ങിയവർ പങ്കെടുത്തു. തൊഴിയൂർ CMUP സ്കൂൾ 178ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഡോക്ടർ K റിജി ജോൺ വിശിഷ്ടാതിഥിയായി. സ്കൂളിൽ ഈ വർഷം പുറത്തിറക്കിയ മാഗസിന്റെ പ്രകാശനവും ചടങ്ങിൽ നടത്തി. വാർഡ് കൗൺസിലർ VS അഷ്ഫാഖ് എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു. സഭാ അൽമായ ട്രസ്റ്റി ഗീവർ മാണി, സഭാ സെക്രട്ടറി ബിനോയ് P മാത്യു, എഡ്യൂക്കേഷണൽ ബോർഡ് അംഗം വിവേക് വടക്കൻ, MPTA പ്രസിഡന്റ് ആശ ഷിബു, ഇടവക സെക്രട്ടറി ജോഷി ജോസ് എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ALCG റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് വിജി വില്യംസ് സ്വാഗതവും PTA പ്രസിഡന്റ് TB രമേശ് നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളുമുണ്ടായി. വടക്കേക്കാട് കപ്ലിയങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന് തുടക്കമായി. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന വടക്കുംവാതിൽ തന്ത്രി ശശിധരൻ ഭട്ടതിരി ഭക്തർക്കായി തുറന്നുകൊടുത്തു. പട്ടും താലിയും ചർത്തൽ, പറവെപ്പ്, വൈകിട്ട് 3-ന് തട്ടിന്മേൽ കളി എന്നിവ നടന്നു. 5:30-ന് തിറ, തെയ്യം എന്നിവയുടെ കൂട്ടിയെഴുന്നള്ളിപ്പ്. രാത്രി 7:30-ന് മലബാർ മ്യൂസിക് ബാൻഡിന്റെ ഗാനമേള എന്നിവ നടക്കും. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ അടകുത്തിപ്പുഴുങ്ങാൻ എത്തുന്നവരുടെ അടുപ്പിലേക്ക് മേൽശാന്തി റോഷിൻ തീ പകരും. കാർത്തിക ദിവസമായ ചൊവ്വാഴ്ച വിഭവസമൃദ്ധമായ സദ്യയോടെ ഉത്സവം കൊടിയിറങ്ങും. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ പ്രമോദ് കിളിയാംപറമ്പിൽ, ധനീഷ് താമരശ്ശേരി, വസന്തൻ മുക്കനാംകുളങ്ങര, അശോകൻ വെട്ടിശ്ശേരി, വിജയൻ പയറ്റാംകുന്നത്ത്, പ്രജീഷ് മടപ്പാട്ടിൽ എന്നിവർ നേതൃത്വം നൽകും. മന്ദലാംകുന്ന് അൽ ഹിക്മ സലഫി മസ്ജിദിന്റെ നേതൃത്വത്തിൽ മതവിജ്ഞാന സദസ്സും സമൂഹ നോമ്പ് തുറയും സംഘടിപ്പിച്ചു. ഞായറാഴ്ച അസർ നമസ്കാരാനന്തരം നടന്ന മതവിജ്ഞാന സദസ്സിൽ മസ്ജിദ് സെക്രട്ടറി V ഉസ്മാൻ ആമുഖ പ്രഭാഷണം നടത്തി. യുവപണ്ഡിതൻ അബ്ദുള്ള മാഞ്ഞാലി സിറാത്തുൽ മുസ്തഖീം എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുത്തു. തുടർന്ന് ഇഫ്താർ സംഗമവും ഉണ്ടായി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KM ഹൈദരാലി, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മണ്ഡലം പ്രസിഡന്റ് PM ബാദുഷ, സെക്രട്ടറി റഫീഖ് അകലാട്, വനിതാ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മസ്ജിദ് പ്രസിഡന്റ് MV അബ്ദുൾ സമദ്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മന്ദലാംകുന്ന് ശാഖാ പ്രസിഡന്റ് ഹംസക്കുട്ടി, അൻഫർ, ബക്കർ, അലി, ദാവൂദ് തുടങ്ങി മസ്ജിദ് മദ്രസ കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി. റംസാൻ മാസത്തിലെ വരും ഞായറാഴ്ചകളിൽ കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് എന്ന വിഷയത്തിൽ ഹാരിസ് ആറ്റൂരും, ബദറും ബദരീങ്ങളും എന്ന വിഷയത്തിൽ അബ്ദുൾ മാജിദ് സലഫി പട്ടാമ്പിയും ക്ലാസ് നടത്തും. തുടർന്ന് സമൂഹ ഇഫ്താർ സംഗമവും ഉണ്ടാകും. നാഷണൽ സർവീസ് സ്കീം ഹയർ സെക്കൻഡറി വിഭാഗം തൃശൂർ ജില്ലയിലെ മികച്ച പ്രോഗ്രാം ഓഫീസർക്കും മികച്ച യൂണിറ്റിനുമുള്ള അവാർഡ് മരത്തങ്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഡോക്ടർ NA വിനീത ഏറ്റുവാങ്ങി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് IAS-ൽ നിന്നാണ് അവാർഡുകൾ ഏറ്റുവാങ്ങിയത്. ഹയർ സെക്കൻഡറി അക്കാദമിക് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ S ഷാജിത്ത്, സ്റ്റേറ്റ് NSS ഓഫീസർ ഡോക്ടർ D ദേവിപ്രിയ എന്നിവർ സന്നിഹിതരായിരുന്നു.
കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ കളമെഴുത്തുപാട്ടിന് കൂറയിട്ടു. ഞായറാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം ക്ഷേത്രമേൽശാന്തി പൂജിച്ച കൂറയിടാനുള്ള പട്ട് ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി ഘോഷ് കുമാറിന് നൽകി. തുടർന്ന് കളംപാട്ട് നടത്തുന്ന കല്ലാറ്റു മണികണ്ഠക്കുറുപ്പിന്റെ സംഘത്തിന് കൈമാറി. ഭഗവതി സന്നിധിയിൽ പ്രത്യേകം തയ്യാറാക്കിയ കളം പന്തലിൽ പട്ടുചാർത്തി. കൂറയിടൽ ചടങ്ങിൽ മാതൃസമിതി അംഗങ്ങളും ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളും ഭക്തജനങ്ങളും പങ്കെടുത്തു. മാർച്ച് 17-നാണ് ക്ഷേത്രത്തിലെ പൂരാഘോഷം. പാട്ടു കൂറയിട്ടതു മുതൽ പൂര ദിവസം വരെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ കളമെഴുത്തുപാട്ട്, ചുറ്റുവിളക്ക്, നിറമാല എന്നിവ വഴിപാടായി ഭക്തർ സമർപ്പിക്കുന്നുണ്ട്. മാർച്ച് 18-ന് പുലർച്ചെ കൂറ വലിക്കുന്നതോടെ ഉത്സവാഘോഷത്തിന് സമാപനമാകും. മാർച്ച് 22-നാണ് ക്ഷേത്രത്തിൽ ഭഗവതിക്ക് പൊങ്കാല സമർപ്പണം. സെന്റ് ഡൈനീഷ്യസ് ഓർത്തഡോക്സ് ഫെലോഷിപ്പ് ആർത്താറ്റ് കത്തീഡ്രൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം ആൻഡ് തൃശൂർ ദയ ആശുപത്രികളുടെ സഹകരണത്തോടെ സ്നേഹസ്പർശം അത്യാഹിത ഘട്ടങ്ങളിലെ പ്രാഥമിക പരിചരണ പരിശീലന ക്ലാസുകൾ നടത്തി. ഇടവക വികാരി ഫാദർ VM സാമുവേൽ ഉദ്ഘാടനം ചെയ്തു. സഹവികാരി ഫാദർ ജോസഫ് ജോർജ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി PV ഷാജു സ്വാഗതവും ദയ ആശുപത്രിയിലെ റിസോഴ്സ് പേഴ്സൺ CA അബ്ദുൽ ബഷീർ ക്ലാസുകൾ നയിച്ചു. ഇടവക ട്രസ്റ്റി റെജി CI, സെക്രട്ടറി ബെന്നി KS എന്നിവർ സന്നിഹിതരായിരുന്നു. ദയ ആശുപത്രിയിലെ പ്രാഥമിക പരിചരണ ക്ലാസിന്റെ കോർഡിനേറ്റർ ഡോക്ടർ ബ്രഹ്മപുത്രൻ അടങ്ങുന്ന ടീം ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. അയ്യപ്പ സേവാ സമാജം കുന്നംകുളം താലൂക്ക് യോഗം ദേശീയ സെക്രട്ടറി അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ചെറുവത്താണി ആറാട്ടുകടവ് ധർമ്മശാസ്ത്ര ക്ഷേത്രം ഹാളിൽ നടന്ന യോഗത്തിൽ ജില്ലാ സെക്രട്ടറി സുനിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് ശിവദാസൻ എന്നിവർ സംസാരിച്ചു. താലൂക്ക് ഭാരവാഹികളായി CV മോഹൻദാസ് പ്രസിഡന്റ്, സുരേഷ് TS ജനറൽ സെക്രട്ടറി, TP സുനിൽദാസ് ട്രഷറർ എന്നിവരെയും 15-അംഗ ഉപസമിതിയെയും തെരഞ്ഞെടുത്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് തൃത്താല ബ്ലോക്ക് വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും നടത്തി. ചാലിശ്ശേരി വിമുക്ത ഭവനിൽ സംഘടനയുടെ ബ്ലോക്ക് പ്രസിഡന്റ് K സുബ്രഹ്മണ്യന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി കേണൽ സുകുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ വിംഗ് സെക്രട്ടറി സാവിത്രി ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് അംഗം പ്രകാശൻ യോഗത്തിന് ആശംസകൾ നേർന്നു. തുടർന്ന് സംഘടനയിലെ സീനിയർ അംഗങ്ങളെയും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെയും ആദരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 14,790 രൂപ, പവന് 1,18,320 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 300 രൂപ. ചരമം. ചെന്നൈ അണ്ണാനഗറിൽ താമസിക്കുന്ന കോട്ടയം പുത്തൻപുരയിൽ തയ്യിൽ വീട്ടിൽ ജോസഫ് P. ഉമ്മൻ നിര്യാതനായി. 67 വയസ്സായിരുന്നു. റോൺ പോളങ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11-ന് അണ്ണാനഗർ ജെറുസലേം മാർത്തോമ ചർച്ചിലെ ശുശ്രൂഷയ്ക്കു ശേഷം കിൽപാക് സെമിത്തേരിയിൽ നടത്തും. പരേതയായ ഉഷ ഭാര്യയും അശ്വിൻ ജോസഫ് മകനുമാണ്. വേലൂർ നാരങ്ങാവളപ്പിൽ പരേതനായ ശങ്കരൻകുട്ടി നായർ ഭാര്യ പണിക്ക വീട്ടിൽ സാവിത്രിയമ്മ നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പരേതനായ മുരളീധരൻ, മീര പ്രേം എന്നിവർ മക്കളാണ്. തലക്കോട്ടുകര തേക്കുമുറി പരേതനായ കുറ്റിക്കാട്ട് ഫ്രാൻസിസ് ഭാര്യ ആഗ്നസ് നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവ്യർ പള്ളി സെമിത്തേരിയിൽ നടക്കും. കൊച്ചുറാണി, മിനി, മാമി, ബ്രിസ്റ്റോ എന്നിവർ മക്കളാണ്. വെള്ളർക്കാട് പുതിയടത്ത് ഉണ്ണികൃഷ്ണൻ നായർ നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അജിത്ത്, അനിത എന്നിവർ മക്കളാണ്. തളി മുണ്ടത്ത് പുത്തൻവീട്ടിൽ അമ്മിണിയമ്മ എന്ന പാറുക്കുട്ടിയമ്മ നിര്യാതയായി. 95 വയസ്സായിരുന്നു. വിജയലക്ഷ്മി, രുക്മിണി, മോഹനവല്ലി, നാരായണൻ എന്നിവർ മക്കളാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സുരേഷ് ഗോപിക്ക് ഇനി വോട്ട് ഗുരുവായൂരിൽ. ക്ഷേത്രത്തോട് ചേർന്ന അച്യുതം ഫ്ളാറ്റിലാണ് വോട്ട് ചേർത്തത്. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി 2ഇടത്തായിരുന്നു വോട്ട് ചെയ്തത്. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനം വിനിയോഗിക്കുക ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ.
ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ ഭരണിവേലയ്ക്ക് തുടക്കമായി. വേലൂർ വെങ്ങിലശ്ശേരി അയ്യപ്പൻകാവ് കുതിരകളെ മതിൽക്കെട്ടിനകത്ത് കയറ്റി പുണ്യാഹം തളിച്ചതോടെയാണ് ഭരണിവേല ആരംഭിച്ചത്. ആഘോഷ കാഴ്ചകൾ CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം. ക്വാറിയുടെ പ്രവർത്തനത്തിൽ പൊറുതിമുട്ടി പ്രദേശവാസികൾ വീണ്ടും പ്രതിഷേധത്തിൽ. കടവല്ലൂർ പഞ്ചായത്തിലെ ഒരുക്കാൽക്കുന്നിൽ പ്രവർത്തിക്കുന്ന ക്രഷറിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂളിന്റെ പേര് സെന്റ് തോമസ് സ്കൂൾ എന്ന പേരിൽ തന്നെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു. തണ്ടിലം പള്ളിയിൽ ചേർന്ന യോഗം സമരസമിതിക്ക് രൂപം നൽകി. വേലൂർ ഫൊറോനയിലെ 17 ഇടവകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.